മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തിൽ സമസ്തയിൽ ഭിന്നത. ഉമർ ഫൈസി പറഞ്ഞത് സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് നാസർ ഫൈസി കൂടത്തായി 24 പ്രതികരിച്ചു. സമസ്തക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ ഒരു സംഘടനയോടോ ഒരു പാർട്ടിയോടോ പ്രത്യേക ബന്ധമൊന്നുമില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനമായിരിക്കുന്ന അതിൻ്റെ നിലപാടാണ്. വ്യക്തിപരമായി രാഷ്ട്രീയമാവാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ചില നിലപാടുകളൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിൻ്റെതായി സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചാനൽ കാണിക്കുന്ന ഒരു വാർത്ത അത് സമസ്തയുടെ ഔദ്യോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് സമസ്തയുടെ ആധികാരികമാണോ സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരോ കീഴടങ്ങളുടെ വക്താക്കളോ അല്ല. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ്. ഭിന്നതയുണ്ട് എന്നുള്ളത് കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. ഇത് സ്വാഭാവികമായ ബഹിർഗമനങ്ങളാണ്. ആത്മാവിൻ്റെ അറകളിൽ തിങ്ങി വിങ്ങി കെട്ടുന്ന ശ്വാസം മുട്ടിക്കിടക്കുന്ന പല വികാരങ്ങളുടെയും സ്വാഭാവിക ബഹിർഗമനമാണ് ഈ നടക്കുന്നതൊക്കെ. മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നു. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സമീർ C മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും അതോടൊപ്പം സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമീർ C മുഹമ്മദ്, ആദ്യം അറിയേണ്ടത് ഇത് ഈ ഇന്നലെ വന്ന പ്രതികരണമൊക്കെ സമസ്തയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹംസയൊക്കെ പറയുന്നത് പോലെ ഒരു ഭിന്നത സമസ്തയിൽ നിലനിൽക്കുന്നുണ്ടോ? മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കണമോ വേണ്ടയോ, എന്തായിരിക്കണം രാഷ്ട്രീയ നിലപാട് എന്നത് സംബന്ധിച്ചൊരു ഭിന്നത യഥാർത്ഥത്തിൽ സമസ്തയിൽ നിലനിൽക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തിരിക്കെ മുസ്ലിം ലീഗിനോടും അതുപോലെ തന്നെ CPIM-നോടൊക്കെയുള്ള നിലപാട് സംബന്ധിച്ച് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കിയിരുന്നു. അതിലൊരു സമദൂര നിലപാട് മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് പിറകെയാണ് സംസ്ഥയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന അംഗം ഉമർ ഫൈസി മുക്കം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ സമസ്തയെ ലീഗ് നേതൃത്വം തഴയുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കാണ് സമസ്ത. എക്കാലത്തും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സമസ്ത സ്വീകരിച്ചിട്ടുള്ളതും. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ടുള്ള നിലപാടിലേക്ക് സമസ്തയിലെ ഒരു വിഭാഗം നീങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടും സമസ്തയ്ക്കകത്ത് ചില ഭിന്നത നിലനിൽക്കുന്നു. അതായത് മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി പറഞ്ഞത് അത് സമസ്തയുടെ നിലപാടാണോ എന്നുള്ള ചോദ്യം SYSന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ചോദിക്കുന്നു. സമസ്തയ്ക്കകത്ത് ഇത്തരം ഒരു നിലപാട് എടുക്കുകയാണ് എങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മറ്റുള്ളവരുടേതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് എന്ന ഒരു വിമർശനമാണ് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങളുടെ നിലപാട് ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൂടി സംസ്ഥയിലെ ഒരു വിഭാഗം, അതായത് മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു വേളയിലാണ് ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അതിനുള്ള മറുപടികളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമീർ C മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മലപ്പുറത്ത് സമീർ ബിൻ കരീം ഉണ്ട്. സമീർ, ഈ സമസ്തയ്ക്കകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന ഭിന്ന സ്വരങ്ങൾ, രണ്ട് ശബ്ദങ്ങൾ, അത് മലപ്പുറത്തെയും പൊന്നാനിയിലെയും ലീഗിൻ്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതകളെ ബാധിക്കുന്ന തരത്തിൽ മാറുമോ? അത്തരമൊരു രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ടോ? നിലവിൽ സമസ്തയും ഒപ്പം തന്നെ സമസ്തയിലെ ഒരു വിഭാഗവും ഇടതുപക്ഷവും അവകാശപ്പെടുന്നത് ഏതാണ്ട് പൊന്നാനിയിൽ നിന്നും ഒരു വിഭാഗം സമസ്തയുടെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കും, ലീഗിന് വിരുദ്ധമായി ലഭിക്കും എന്നുള്ളതാണ്. അതേസമയം മുസ്ലിം ലീഗ് ആണെങ്കിൽ കാര്യമായിട്ടുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് പോകില്ല എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ മറ്റു വോട്ടുകൾ സമദാനി എന്നുള്ള ഒരു പ്രതിച്ഛായയുടെ പുറത്ത് സമസ്തയുടെ വോട്ടുകളെല്ലാം തന്നെ കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗും അവകാശപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും സമസ്തയിൽ നിന്നും ചില വോട്ടുകൾ നിലവിൽ
എസ് ഹംസയ്ക്ക് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു സംശയം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിൽ, അതായത് സമീപ മാസങ്ങളായി സമസ്തയും ലീഗും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ പുതുതായി ചില വിവാദങ്ങൾ കൂടി കടന്നു വരുന്നു. പ്രത്യേകിച്ച് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദം, ഇതൊക്കെ തന്നെ പൊന്നാനിയിൽ വ്യാപകമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും ഇടതുപക്ഷവും KS ഹംസയും അടക്കമുള്ളവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്നും മുസ്ലിം ലീഗിലെ ഒരു ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ളതുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. ഈ ഒരു ഘട്ടത്തിൽ ഇത് സ്വാഭാവികമായും ഈ പത്രം കത്തിക്കൽ അടക്കമുള്ളവ പ്രധാനമായും പൊന്നാനി ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ എത്രത്തോളം പൊന്നാനിയിലെ വോട്ടുകൾ ഈ LDF-ന് പോകുമെന്നുള്ളതാണ് ചോദ്യചിഹ്നമായി മാറുന്നത്. അതിന് കൃത്യമായ കണക്കൊരു പക്ഷേ ഇടതുപക്ഷവും പറയുന്നത് എത്രത്തോളം വോട്ട് തങ്ങൾക്ക് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കും ഉറപ്പില്ല. ഒരുപാട് വോട്ടുകൾ വരുമെന്നുള്ളതാണ്. ശരി, ഏതായാലും സമസ്തയ്ക്കകത്തുള്ള ഭിന്ന അഭിപ്രായങ്ങൾ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിക്ക് ഉള്ള വോട്ടുകളായി മാറുമെന്ന പ്രതീക്ഷ LDF സ്ഥാനാർത്ഥി പുലർത്തുന്നുണ്ട്. അതേസമയം ഈ ഭിന്നതകൾ വോട്ടുകളായി മാറുമോ, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്നത് കാത്തിരുന്ന് കാണാം. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകുകയാണ്.